പിന്നെ ഇവിടുത്തെ ട്രോളർമാരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിരത്തി പിടിച്ച് ആദ്യം ഒരാളെ കിട്ടിയെന്താ രേണു സുധി. അതിനെന്തോ അസുഖമാണ്, എനിക്ക് സത്യത്തിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. അതിനെന്തോ അസുഖമാണെന്ന് പറഞ്ഞു, അതിനെ കുറച്ച് ദിവസത്തേക്ക് വിട്ടു. അപ്പൊ ലക്ഷ്മി പ്രിയെ കിട്ടി. അത് കഴിഞ്ഞ് അൻസിബയെ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും രേണു സുധി ഒരു ആരോഗ്യമൊക്കെ ഏതാണ്ട് തിരിച്ചു വന്നപ്പോ ഇന്നലെ തൊട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ കുടുംബത്തിലേക്ക് കയറുക. എന്താണ് ഈ ചെറുപ്പക്കാര് അവിടെ നിന്ന് ഇറക്കി വിട്ട ഈ എന്താണ് ആ കുട്ടിയുടെ പേര്? എല്ലാവർക്കും നമസ്കാരം. മല്ലിക സുകുമാരൻ. എന്തായാലും ചേച്ചി എന്റെ ഈ വീഡിയോ കാണും എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണെന്ന് പറയാനുള്ള റീസൺ എന്റെ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് മല്ലിക ചേച്ചി ഉള്ള ഒരു വില കൊണ്ട് കളഞ്ഞു കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം, ഉള്ള വില കൊണ്ട് കളഞ്ഞു. ഈ ലക്ഷ്മി പ്രിയയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ രംഗത്ത് വന്നപ്പോ, അല്ലെങ്കിൽ ശ്വേതാ മേനോനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നപ്പോ നിങ്ങൾ ഉള്ള വില കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. പറഞ്ഞു, അത് തന്നെയാണ് അതിന്റെ മറ്റൊരു സത്യം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. പല ദുഷ്ടശക്തികളും നമ്മളെ തകർക്കാൻ നോക്കുന്നുണ്ട്. അറിയാതോ എല്ലാം പറയുന്നു. എന്റെ ആഹാരത്തിലൂടെ ഗടിച്ചറിയുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും മല്ലിക ചേച്ചി നിങ്ങളടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു വില നിങ്ങളെ കൊണ്ട് കളഞ്ഞു. ഇവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സമയത്ത് കുറെ യൂട്യൂബേഴ്സ് രേണു സുധിയെ ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ ലക്ഷ്മി പ്രിയയെ ടാർഗറ്റ് ചെയ്യുന്നു. അതായത് രേണു സുധി കണ്ടന്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ നിലവിൽ ലക്ഷ്മി പ്രിയ കണ്ടന്റ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ ഞാനാണ് ഉറപ്പായിട്ട് രേണുസുധി കണ്ടന്റുകളും രേണുസുധിയുടെ പല ഉടായ്പകളും ഒരു സമയത്ത് വലിച്ചുകീറി ഒട്ടിച്ച് ഫ്ലാറ്റ് ആക്കിയത് ഇപ്പൊ കൂടി രേണുസുധി കാണിക്കുന്ന ഇരട്ടത്താപ്പുകളെയും ചീഞ്ഞ സ്വഭാവങ്ങളെ അടക്കം വലിച്ചുകീറി ഞാൻ ഒട്ടിക്കുന്നു. എന്നാൽ ഒരു സമയം അത് ഒട്ടിക്കുകയും ഇപ്പൊ ലക്ഷ്മി പ്രിയയെ എക്സ്പോസ് ആക്കി എന്തിന് 20 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസുകൾ അടക്കം ലക്ഷ്മി പ്രിയയുടെ പല ഉടായ്പകൾ അടക്കം വലിച്ചുകീറി പൊതുസമൂഹത്തിലോട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പിടിക്കുന്നില്ല. പ്രത്യേകിച്ച് അമ്മ സംഘടനയിൽ നടന്നിട്ടുള്ള പല പേക്കൂത്തുകളും പല അൽക്കുലിത്ത് പരിപാടികളും വലിച്ചുകീറി ഒട്ടിക്കുന്നതൊക്കെ കാണുമ്പോൾ പലർക്കും പിടിക്കുന്നില്ല. ശ്വേതാ മേനോൻ പറയുകയാണ്, ഇപ്പൊ ഞാൻ രാജിയൊന്നും വെച്ചിട്ടില്ല, ഞാൻ തിരിച്ചു വരാൻ പോകണം. ഈ ഒരു സെറ്റപ്പിൽ സംസാരിക്കുമ്പോൾ നിലപാട് പോലും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ ഈ കാണിക്കുന്നത് നല്ല ഒന്നാം തരം ഉരുണ്ട പരിപാടിയാണ്. അതിലോട്ട് ഞാൻ വരാം. അതിനു മുന്നേ മല്ലിക ചേച്ചി ഉള്ള വില കൊണ്ട് കളഞ്ഞല്ലോ. രേണുസുധിയായിട്ട് കമ്പയർ ചെയ്ത് ലക്ഷ്മി പ്രിയയായിട്ട് ആ ഒരു വിഷയം അങ്ങ് നമ്മൾ യൂട്യൂബേഴ്സ് എന്തോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കളിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. കളിക്കുന്നുണ്ടെങ്കിൽ അമ്മാതിരി ചീഞ്ഞ കളിയാണ്. പിന്നെ പബ്ലിക്കിൽ വരാത്ത കാര്യങ്ങൾ കൊണ്ടിട്ട് സംസാരിക്കാറില്ല നമ്മുടെ സ്വഭാവം. പിന്നെ ലക്ഷ്മി പ്രിയയുടെ കേസ് വരികയാണെങ്കിൽ ലക്ഷ്മി പ്രിയ അൻസിബയെ പറ്റിയിട്ട് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അപരാധങ്ങളും അതിനൊന്നും കൈ കണക്കില്ല. ഈ മല്ലിക ചേച്ചിയുടെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ അൻസിബയെ പറ്റിയിട്ട് പച്ച അപരാധം, കള്ളുകൂടിക്കും വേറൊരുത്തനെ റൂമിൽ വിളിച്ചു കയറ്റി ഇമാതിരി പച്ച അപരാധങ്ങൾ ലക്ഷ്മി പ്രിയ പറഞ്ഞപ്പോ അതിനെ പറ്റിയിട്ട് ചേച്ചിക്ക് ഒന്നും പറയാനില്ലേ? ചേച്ചിക്ക് ഒന്നും പറയാനില്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച്, ഒരു പെണ്ണിന്റെ ലൈഫിനെ വെച്ച് മല്ലിക ചേച്ചി ഈ ലക്ഷ്മി പ്രിയ കളിച്ചു. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ടിനി ടോം ജിഹാദി നടക്കം മതത്തിന്റെ പേര് പറഞ്ഞടക്കം ഈ അൻസിബെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതിനൊന്നും ഇല്ല അല്ലേ? അത് പിടിപാടും കൊമ്പത്തിരിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ സപ്പോർട്ടുള്ളൂ. രാജുവേട്ടന്റെ അമ്മ എന്ന ഒരു വിലയുണ്ട്. രാജുവേട്ടൻ ഇമാതിരി അൽക്കുലത്ത് പരിപാടിക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ചേച്ചി, ഉള്ള വില കൊണ്ട് കളയരുത്. ഓക്കെ, എനിക്കത് പറയണമെന്ന് തോന്നി. അത്രയും അയ്യെന്നായിപ്പോയി നിങ്ങളുടെ ആ ഒരു സംസാരം കേട്ടപ്പോ. അൻസിബ എന്ന് പറയുന്ന പെണ്ണിനെ തകർക്കാൻ നോക്കിയവളുമാരെ വലിച്ചുകീറി ഒട്ടിച്ച് ഇവളുമാരുടെ ഉടായ്പകളും 20 ലക്ഷം ഒരു പ്രൊഡ്യൂസറിനെ തട്ടിപ്പ് നടത്തിയ കേസ് അടക്കം പിന്നെ ഒരു പെണ്ണിനെ പറ്റിയിട്ട് പച്ച അപരാധം പറഞ്ഞുണ്ടാക്കിയ ഇവളുമാരൊക്കെ എക്സ്പോസ് ചെയ്ത് പൊതുസമൂഹത്തിൽ കാണിച്ചപ്പോ പറയാണ് ഒരു സമയത്ത് കുറെ യൂട്യൂബേഴ്സ് രേണുസുധിയെ നശിപ്പിച്ച്, ഇപ്പൊ പറയുന്നത് ലക്ഷ്മി പ്രിയ നശിപ്പിച്ചെന്ന്. നാണം ഉണ്ടാവും ചേച്ചി? ഈ രേണുസുധി ആയാലും ലക്ഷ്മി പ്രിയ ആയാലും കാണിക്കുന്ന ഉടായ്പകളാണ് വലിച്ചു കയറിയിട്ടുള്ളത്. രേണുസുധിയുടെ പേഴ്സണൽ ലൈഫിൽ ആരും കയറി കളിച്ചില്ല. പക്ഷെ അവളായിട്ട് പൊതുസമൂഹത്തിൽ വന്ന് കള്ളങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ സത്യാവസ്ഥ പൊളിച്ചടുക്കി കൈ കൊടുത്ത്. ഓക്കെ, അത്രേ ചെയ്തിട്ടുള്ളൂ. എന്തായാലും മല്ലിക ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി പറയുന്നൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഇവിടുത്തെ ട്രോളർമാരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. നിരത്തി പിടിച്ച് ആദ്യം ഒരാളെ കിട്ടിയെന്താ രേണു സുധി. അതിനെന്തോ അസുഖമാണ്, എനിക്ക് സത്യത്തിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. അതിനെന്തോ അസുഖമാണെന്ന് പറഞ്ഞു, അതിനെ കുറച്ച് ദിവസത്തേക്ക് വിട്ടു. അപ്പൊ ലക്ഷ്മി പ്രിയെ കിട്ടി. അത് കഴിഞ്ഞ് അൻസിബയെ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും രേണു സുധി ഒരു ആരോഗ്യമൊക്കെ ഏതാണ്ട് തിരിച്ചു വന്നപ്പോ ഇന്നലെ തൊട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ കുടുംബത്തിലേക്ക് കയറുക. എന്താണ് ഈ ചെറുപ്പക്കാര് അവിടെ നിന്ന് ഇറക്കി വിട്ട ഈ എന്താണ് ആ കുട്ടിയുടെ പേര് അതില്ലയോ, ആ കുട്ടിയെ പറ്റിയോ ഈ സെക്യൂരിറ്റി കാണിച്ച തെറ്റാണോ ശരിയാണോ അതോ ഒരു നാടകമാണോ ആരുടെയെങ്കിലും ഒരു ഇതൊക്കെ ഇവരെ ഇതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് ആരാണ്?
അപ്പൊ ഞങ്ങളെ പോലുള്ള വയസ്സായവര് ഇതിന്റെ പിന്നിലെല്ലാം ചില PR വർക്കുകളും കാശ് വാങ്ങിച്ച് ജോലി ചെയ്യാനായിട്ട് ഏർപ്പെടുത്താനുള്ള ഒരു സംഘമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താണ് മോനെ തെറ്റ്? എന്താ ചോദിക്കാത്തത്? നിങ്ങളടക്കം ചോദിക്കേണ്ടതല്ലേ? അവിടെ ഇറങ്ങിപ്പോയ ആ കുട്ടിയുടെ എല്ലാ ചാനലുകാരോട് ഞാൻ പറയും, നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. ഒരാളെങ്കിലും അവിടെ നിന്നൊരു ക്ലർക്കായിട്ട് ജോലി ചെയ്തൊരു കുട്ടിയെ 7:30 മണി വരെ നിൽക്കുക എന്തിന്? ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്, എന്താണ് വന്ദേ ഭാരതിൽ വരുന്ന ഒരു നടിക്ക് ചായ ഇടാൻ വേണ്ടി 5:30 മണിക്ക് വിടാതെ പിടിച്ച് നിർത്തി 8 മണി വരെ. എന്തൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അവിടെ ചെന്നപ്പോ ശ്വേതാമേനോനെതിരെ ഒരു പരസ്യമായ യുദ്ധം. അതിൽ ഇപ്പൊ ഇത്രയും കാലം അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പെണ്ണുങ്ങൾ പോയി അങ്ങോട്ട് പോയപ്പോ ഞങ്ങൾക്ക് അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ പിന്നെ താങ്കൾ പറഞ്ഞു വരുന്നത് ജനാധിപത്യപരമായ ഒരു സ്വഭാവവും ആ ജനറൽ ബോഡിക്ക് ഉണ്ടായിരുന്നില്ല. തോന്നിയവർ എന്തൊക്കെ പറയുന്നു, തോന്നിയവർ എന്തൊക്കെ ആരൊക്കെ പറയുന്നവർ തടഞ്ഞു നിർത്തുന്നു. പക്ഷെ ഒറ്റക്കാര്യം ഈ ശ്വേതാ മേനോൻ ഇപ്പോ പിഷാരടിയോട് പറഞ്ഞതിൽ പറയുന്നത് ഒരുപാട് അശ്ലീല ഭാഷണം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നോ? ആരോട്? അവിടെയുള്ള സ്ത്രീകളോട്, ശ്വേതാ മേനോൻ അടക്കമുള്ള സ്ത്രീകളോട് സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ അശ്ലീലമായി സംസാരിച്ചു എന്നാണ്, ബാബുരാജ് അടക്കമുള്ള അശ്ലീല ഭാഷയിൽ സംസാരിച്ചു എന്നാണ് ശ്വേത ആ സംഭാഷണത്തിൽ പറയുന്നത്. അല്ല, ഞാൻ അശ്ലീലമായിട്ട് പറയുന്നൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ ഇരുന്നുള്ളതൊട്ടൊന്നും അല്ല, ഇവർ ഈ മൈക്കുമായിട്ട് സ്റ്റേജിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. മോഹൻലാലും ഒക്കെ അല്ല, ഞാൻ സെക്കൻഡ് റോ ഇങ്ങിയ സൈഡായിരുന്നു, ഇവർ അപ്പുറത്തെ സൈഡിലാണ്. എനിക്ക് അതാണ് മനസ്സിലാവുന്നത്. പെണ്ണുങ്ങളെല്ലാം കൂടെ ആ മോഹൻലാലിനെ സമ്മതിക്കാതെ നിൽക്കുന്ന കണ്ടു. അപ്പൊ അവിടെ കിടന്നിട്ടാണ് ഇവരെല്ലാരും ഓരോ നിർദ്ദേശങ്ങളും മൈക്കുമായിട്ട് അതുവഴി കയറുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മൈക്കും കൊണ്ട് കയറുന്നവരെ കാണാം. ശ്വേതയോട് എന്താ പറയുന്നതെന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ കേട്ടത് അവസാനം ശ്വേത ഒന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്ത് എപ്പോഴാന്ന് വെച്ചാല്, നിങ്ങളെന്തോ BJP സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കൈക്കൂലി വാങ്ങിച്ചില്ലെന്നോ മറ്റോ, അത് പബ്ലിക്കായിട്ട് മൈക്കിലൂടെയാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അത് ശ്വേത ഭയങ്കരമായിട്ട് ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്തു. അല്ല, ഒരു കാര്യം സത്യമാണ്, അവരൊരു പഴയ കോൺഗ്രസ് കുടുംബത്തിലെ അംഗം തന്നെയാണ്, അതിൽ എനിക്ക് തർക്കമില്ല. അപ്പൊ ഇനി BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുത്ത് കാശ് വാങ്ങിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ ശ്വേത ഒന്ന് തളർന്നു. ആ പെട്ടെന്നുണ്ടായ ഒരു വൈകാരികമായിട്ടുണ്ടായ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു. ഞാൻ പോവുകയാണ് ഈ സംഘടന, ഞാൻ രാജിവെക്കുകയാണ്, ഞാനടക്കം എല്ലാവരും ഇറക്കാന്ന് പറ്റി പുള്ളിക്കാരത്ത് നടന്നു. പക്ഷേ നടന്ന് അതുവഴി അങ്ങ് പൂട്ടിക്കൊണ്ട് പോയൊന്നുമില്ല. പോയ ആളിനെ തിരിച്ചു വിളിച്ച് വീണ്ടും സ്റ്റേജിലിരുത്തി എന്തൊക്കെയോ പറയാൻ പറഞ്ഞു. പിന്നീട് അത് എനിക്ക് ഏറ്റവും ഇന്നും മനസ്സിലാവാത്തൊരു സംഗതി, അപ്പോഴത്തേക്ക് അവിടുന്ന് ഗണേശൻ പോയി, രമേശ് പിഷാരടി പോയി, പലരും സ്ഥലം വിട്ടു. അവരൊക്കെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരല്ലേ. അപ്പൊ പോയി കഴിഞ്ഞ് ജഗദീഷാണ്, ഞാനും വെളിയിൽ ഇറങ്ങി, നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വെളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് എന്തോന്നും ഒരു അഡ്ഹോക് കമ്മിറ്റി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതെപ്പോഴായിരുന്നു അവിടെ, അത് ചേച്ചിയൊക്കെ അപ്പത്തേക്ക് പോയെന്ന്. ഓക്കെ, ഇപ്പോ നമ്മുടെ ചേച്ചി പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, ആരൊക്കെ പൈസ വാങ്ങിയിട്ട്, യൂട്യൂബേഴ്സ് ഒക്കെ പൈസ വാങ്ങിയിട്ട്, അൻസിബയുടെ കയ്യിലെന്ന് പൈസ വാങ്ങിയിട്ട് അപ്പുറത്തോ നിൽക്കുന്ന ലക്ഷ്മിപ്രിയക്ക് ശ്വേതാമേനോനൊക്കെ എതിരെ അടിക്കുന്നു എന്നുള്ള രീതിയിലാണ്. എന്റെ പൊന്നു ചേച്ചി, വായ്ത്തോന്നോ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും ഈ പറയുന്ന അൻസിബയുടെ കയ്യിലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടാണ് ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാമേനോനൊക്കെ എതിരെ സംസാരിക്കുന്നത്. നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ പറയുന്ന പണി എടുക്കാം. ഓക്കെ, ഇവിടെ അൻസിബയെ എപ്പോഴും നമ്മൾ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ തുടക്കം മുതലേ. പക്ഷെ നിങ്ങൾ പറയുന്ന രേണുസുധിയുടെ ജീവിതം നശിപ്പിച്ചതുപോലെ ലക്ഷ്മിപ്രിയയുടെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങുന്നത്. ലക്ഷ്മിപ്രിയ കാണിച്ചിട്ടുള്ള അൽക്കുലത്ത് പരിപാടികളെല്ലാം നിങ്ങൾക്ക് അറിയാവോ? എന്തെങ്കിലും അറിയാവോ? ഒരു പ്രൊഡ്യൂസറിന് 20 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി മറ്റേ ചെക്ക് എടുത്ത് കൊടുത്ത് കോടതി ക്രിമിനൽ കേസ് നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാവോ? അവിടെ ഇവിടെ പൊടിപ്പും തുമ്മലും വാലും തുമ്മലും കേട്ടുകൊണ്ട് ചുമ്മാ നമ്മളെ നെഞ്ചത്തോട്ട് കയറാൻ വരല്ലേ ചേച്ചി. കേട്ടാ, ഉള്ള കാര്യം സീരിയസിലായിട്ട് ഓപ്പൺ ആയിട്ട് ഞാൻ തുറന്നു പറയാം. ചുമ്മാ അവിടെ ഇവിടെയും കേട്ടും കൊണ്ട് നമ്മുടെ നെഞ്ചത്തോട്ട് വരാൻ നിൽക്കരുത്. കാര്യം വ്യക്തമായിട്ട് തെളിവുകൾ വെച്ചിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഇനിയും അങ്ങനെ ഉള്ളൂ. പിന്നെ ശ്വേതാമേനോൻ തിരിച്ച് സംഘടനയിൽ കയറുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയുണ്ട്, അതിൻ്റെതായ കാര്യമുണ്ട്, അതിൻ്റെതായ അജണ്ടയുണ്ട്. ഓക്കെ, പല സ്പോൺസർഷിപ്പുകളും ശ്വേതാമേനോൻ ഇരുന്ന സമയത്ത് പിടിച്ചു കയറ്റിയതാണ്. അതൊക്കെ ശ്വേതാമേനോൻ ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. അപ്പോ ശ്വേതാമേനോൻ കയറിയേ പറ്റത്തുള്ളൂ. ഓക്കെ, കയറേണ്ടവരൊക്കെ കയറും. പക്ഷെ ഒരിക്കലും ഈ ലക്ഷ്മിപ്രിയ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരില്ല. ശ്വേതാമേനോനെ ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല. ലക്ഷ്മിപ്രിയ പോലെയുള്ളവരെ, ക്രിമിനൽ കേസുള്ള ഒരാൾ എങ്ങനെയാണ് ഈ സംഘടനയിൽ ആ ഒരു സ്ഥാനത്തിരുന്നത്? എനിക്ക് അതിന് ഈ പറയുന്ന മല്ലിക ചേച്ചി ഒന്ന് ഉത്തരം എന്താ? ക്രിമിനൽ കേസ് കോടതിയിൽ നടക്കുന്ന ഒരാളാണ്. നിങ്ങൾ വായ്ത്താളം അടിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇന്നലെ വേറൊരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രമേശ് പിഷാരടിയും ശ്വേതാമേനോനും തമ്മിലുള്ള വോയിസ്.
ഇത് ഇവരിൽ ആരെങ്കിലും ഒരാൾ റെക്കോർഡ് ചെയ്യാതെ പുറത്തു വരത്തില്ലല്ലോ. ശ്വേതയാണ് റെക്കോർഡ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെക്കോർഡ് ചെയ്തിട്ട് ശ്വേതയെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പുറത്ത്, മീഡിയ വഴി ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു സമയത്ത് വിചാരിക്കും, അപ്പൊ ശ്വേതാ മേനോൻ പാവമാണ് കേട്ടാ എന്നുള്ള രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. കണ്ടോണ്ടിരിക്കണ നമ്മൾ ചോറ് തന്നെയാണ് ഉണ്ണുന്നത്, ചാണകമല്ല കേട്ടാ. ലക്ഷ്മിപ്രിയ ചേച്ചി ഉണ്ണുന്നത് പോലെ. ലക്ഷ്മിപ്രിയ ചേച്ചി മന്തിയായിരിക്കും ഉണ്ണുന്നത്, കാരണം ഒരു പ്രൊഡ്യൂസറിനെ തട്ടിപ്പ് നടത്തിയ കേസിൽ 20 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയല്ലോ. അപ്പൊ എന്തായാലും മന്തി തന്നെ കഴിക്കും. എന്തായാലും ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിലുള്ള ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് എഡോക്ക് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനൊക്കെ ഒന്ന് വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. നിങ്ങൾ വന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്, എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. അവർ എന്ത് പറയും അറിയാമോ? നിങ്ങൾ ആദ്യം പറയാം ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല. ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന്റെ മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യം, നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടി ഒന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീക്ക് സാധനം കിട്ടുമോ, സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ, സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. നീനാക്കുറുപ്പ്, ലക്ഷ്മിപ്രിയ, അൻസിബ, മറ്റേ മൂക്കുട്ടിയിട്ട് പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? അല്ല അത് മനസ്സിലായി പിഷു. അതല്ലേ ഞാനിപ്പോ പിഷുവിനോട് എന്താ പറഞ്ഞേ, ഞാൻ കമ്മിറ്റിയിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് നിർബാധിത്വം, നിങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചോളൂ, ഞാൻ തന്നെ പ്രഖ്യാപിക്കാൻ റെഡിയാ. പക്ഷേ നിങ്ങൾ നമുക്ക് ഇത് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ നിർബാധിത്വം, നമ്മുടെ കണക്കും നമ്മുടെ ഒരു അമ്മ ഡ്യൂട്ടി ഒന്നും റോങ് ആയി ചെയ്യില്ല. ഇപ്പൊ കൈനീട്ടം എല്ലാം നമ്മൾ അയച്ചു. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് ഞങ്ങൾക്കിത് തരാനുള്ള അധികാരമില്ലെന്ന്. അത് ഓക്കെ ശരി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ജനറൽ ബോഡി തന്നെ തരണം. എനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്. എനിക്ക് എന്റെ അധികാരം കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല. ഞാൻ പറഞ്ഞ സാധനം പിടുത്തം കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് രാജിവെക്കാം. പക്ഷെ എനിക്ക് ഞങ്ങൾ അഡ്വക്ക് ഞങ്ങൾ പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എഡോക്ക് ചെയ്യാൻ പറ്റും എന്നാണോ ജനറൽ ബോഡിക്ക്? അല്ല മറ്റേ ബൈലോ, അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് എഡോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എഡ്ഹോക്കിന്റെ ഒരു മിനിറ്റ് അല്ലല്ല നോട്ട് വിത്തൗട്ട് കൈയടിച്ച് പാസ്സാക്കാൻ. ഓ വേ, അങ്ങനത്തെ ഒരു ഇതിൽ പ്രീവിയസ് എഡ്ഹോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മനസ്സിലായോ സാർ? ഇതിന്റെ നിങ്ങൾ വീഡിയോ പ്രോഗ്രാം കാണിച്ചാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ച് പോയി സാഹചര്യത്തിൽ ജനറൽ ബോഡി ഒരു അഡ്വക്ക് കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇതിപ്പോ വരുന്ന വ്യാഖ്യാനം. അങ്ങനെയല്ലേ വരുള്ളൂ.
ഓക്കെ പിഷു, എന്താ പറയാ പിഷു, അപ്പോ ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡ്ഹോക്ക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ? നോ 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 ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് എഡ്ഹോക്ക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ബാബുരാജേട്ടന്റെ, ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജേട്ടൻ എങ്ങനെ ആ മറ്റേ ഇപ്പൊ ലക്ഷ്മിപ്രിയ എന്തായാലും അമ്മേന്ന് പുറത്തു പോയി, അവള് റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വന്നു 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 മെയില് കണ്ടു, നമ്മള് മെയില് കണ്ടു. ലക്ഷ്മിപ്രിയന്റെ ഓൾറെഡി മെയില് വന്നു കഴിഞ്ഞു. എനിക്ക് ഉപ്പു പരമേശ്വരൻ ഈനാപ്പേരക്കുറിപ്പും കൂടെ മിനിഞ്ഞാന്നിന്റെ തലേന്ന് ഓഫീസിൽ വന്ന വീഡിയോ എടുത്തോണ്ട് പോയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഏതിന്റെ വീഡിയോ? നമ്മുടെ ലക്ഷ്മിപ്രിയൻ ഈനാക്കുറിപ്പിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ. അത് ഇപ്പൊ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതന്നെ ഞാൻ പറയുന്നത്, ഇതൊക്കെയാണ് നടക്കുന്നത് പിഷു. എന്നിട്ട് എനിക്ക് ലക്ഷ്മിപ്രിയ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിന്റെ വീഡിയോ എങ്ങനെ ലീക്ക് ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവർ ഇതുവരെ പാസ്വേഡോ താക്കോലോ ഒന്നും 11 ദിവസമായിട്ട് തന്നില്ല. ഞാൻ കുക്കുവിനെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സൗഹൃദമൊക്കെ ശരിയാണ്, നിങ്ങൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ തന്നില്ലെങ്കിൽ അത് ഭീകരമായ കുഴപ്പമാണ്. നിങ്ങൾ നമുക്ക് എല്ലാ സാധനങ്ങളും എന്നോട് ഷെയർ പറഞ്ഞു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല, ഞാൻ എഴുതിയിട്ടേ തരുള്ളൂ. ഞാൻ താക്കോലും ക്യാമറയുടെ പാസ്വേഡും 2 ദിവസത്തിനകം തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കുന്നു പറഞ്ഞിട്ടാണ് നാളെ തരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോ 2 കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? ബിക്കോസ് നമ്മൾ പറയും നമ്മുടെ, അപ്പൊ ഞാൻ എന്റെ തലയിൽ എന്തായാലും എടുക്കൂല. നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സമയത്ത് കണക്കിന് കുഴപ്പമില്ലെന്നുള്ളതാണ് നിങ്ങളുടെ നിരപരാധിത്വം. അല്ല അതുണ്ട്, പക്ഷെ നമ്മളുടെ സമയത്തുള്ള മറ്റേ കണക്കാണല്ലോ നമ്മൾ തെളിയിക്കേണ്ടത്. നമുക്ക് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് April 1 തൊട്ടിട്ട് March 31 വരയ്ക്കുള്ള കണക്ക്, അല്ലാതെ നമ്മൾ ജൂൺ 20 ആ കണക്കിൽ കുഴപ്പങ്ങൾ ഇല്ലല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? കുഴപ്പങ്ങളില്ലെങ്കിൽ നിങ്ങൾ നിരപരാധിയാണല്ലോ. അല്ലല്ല, നമ്മളുടെ കണക്കിലല്ല ഞാൻ പറഞ്ഞത്, ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മള് ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ് ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റാണ്. ഇനി ഒരു കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല, ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. എന്തുകൊണ്ട് മറ്റേ കുക്കു പറഞ്ഞത് ബാബുരാജ് ഏട്ടനോട് ചോദിച്ചപ്പോ ബാബുരാജ് ഏട്ടൻ പറഞ്ഞു ഞാൻ എഴുതി തരില്ല. നമ്മുടെ പ്രീവിയസ് ഈ ജൂൺ 22 2025 അല്ലേ ജനറൽ ബോഡി നടന്നത്? അത് കഴിഞ്ഞിട്ടല്ലേ August 15 ഇലക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ബാബുരാജ് ഏട്ടൻ അവിടെ ഓൾറെഡി 1 വർഷമായിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത് എഡോക്കായിട്ട്. അപ്പൊ എന്തുകൊണ്ട് ആ റൂള് എന്തുകൊണ്ട് നമുക്കും അതന്നെ ഇതെല്ലാം അടുത്തത് ഇലക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുത്തിയാ മതിയിരുന്നു. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയില്ലേ? അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അങ്ങനെ അന്ന് അവര് ചെയ്തു, സംഘടന ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡോക്ക് കമ്മിറ്റി ഒരു പോളിസി ഉണ്ടാക്കാൻ അല്ല അഡോക്ക് അല്ലല്ലോ, ഞാൻ പിഷുവിന്റെ മുകളിലല്ല പറയുന്നത്. പിഷു അല്ല, ഞാൻ പറയുക നിങ്ങൾ ചെയ്തു എന്നുള്ളത് എനിക്കും അറിയാന്നേ. എനിക്കറിയാം അഡോക്ക് കമ്മിറ്റിക്ക് ഒരു പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല. ബേസിക്കലി എനിക്കും എന്റെ കുറച്ച് കമ്മിറ്റി മെമ്പേഴ്സ് അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലേ? അല്ല, നിങ്ങൾക്ക് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല. ഓക്കെ അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേ? അല്ല ശ്വേതാമേനോൻ ജി, ഞാൻ ചോദിക്കുന്ന വേറൊന്നുമല്ല. ഇത്രയും എന്താ വെപ്രാളം കാണിക്കുന്നത്? തിരിച്ച് സംഘടനകളിലോട്ട് കയറാനും സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ ഇത്ര വെപ്രാളം കാണിക്കുന്ന എന്താ? അദാനി സ്പോൺസർഷിപ്പ് കാർഡുകൾ അതൊക്കെയാണോ റീസൺ? ഇനി മരുന്ന്, സഞ്ജീവൻ പദ്ധതി,
എന്താ പ്രശ്നം? ഇത്ര തിടുക്കം കാണിക്കുന്നത്? ആരെങ്കിലും ഒക്കെ നോക്കട്ടെ, എന്നെ അവിടെ വിലയില്ലാതെ എന്നെ ഇറക്കി വിട്ടേല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പൊക്കൂടെ? എന്തിനാണ് വീണ്ടും അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇത്ര തിടുക്കം കാണിക്കുന്നത്? അതുപോലെ രമേശ് പിഷാരടിയും ശ്വേതാമേനോനും തമ്മിലുള്ള വോയിസാണ്. ഇതാരാ പുറത്തുവിട്ടെ? ശ്വേതാമേനോൻ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട്. എന്തിന്? ഞാൻ പെർഫെക്റ്റ് ആണെന്ന്, എന്റെ ഭാഗം ക്ലിയർ ആണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം പുറത്തോട്ട് അങ്ങ് വിട്ടു. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ആർക്കാലും തോന്നുന്നു ശ്വേതാമേനോൻ പറയുന്നതിൽ കാര്യമുണ്ട്. കണ്ട, അവര് അത്ര ഉറപ്പിച്ചൊക്കെ പറയുന്നില്ലേ? കണ്ട, അവരുടെ വോയിസ് ലീക്കായി. അപ്പൊ അവരത്രയും ജെന്യൂൻ ആയതുകൊണ്ടല്ലേ? അല്ല ജെന്യൂൻ ആവാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം, അവര് തെളിയിക്കട്ടെ എന്തായാലും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അവര് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വോയിസാ. നമ്മളാരും റെക്കോർഡ് ചെയ്ത് അല്ലെ അടിച്ചു മാറ്റി ഹാക്ക് ചെയ്ത് പുറത്തുവിട്ടല്ല. അപ്പൊ ഇവര് ഇങ്ങനെ സംസാരിച്ച് മനഃപൂർവ്വം സംസാരിച്ച് ഈ സാധനം എടുത്തങ്ങ് ഇട്ടുകൊടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക്. ഇത് കാണുന്ന സമയത്ത് ജനങ്ങൾ കൈയടിക്കും, ഓ ശ്വേതാമേനോൻ ജിയുടെ വോയിസ് ലീക്കായപ്പോ ഇത്ര സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ശ്വേതാമേനോനെ പോലെ ഒരു സ്ത്രീ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത് പോലെ ആയിരിക്കും സുഹൃത്തുക്കളെ. ഓക്കെ, വാട്ട് എ വണ്ടർഫുൾ ഡ്രമാറ്റിക് പ്രവൃത്തി. എന്തായാലും കൊള്ളാം, സെറ്റ്, ഒരു രക്ഷയില്ല. ഇനി നമ്മുടെ ഗണേഷ് ഏട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടുനോക്കാം. ശ്വേതാമേനോനൊക്കെ രാജിവെച്ച് സ്വയമേ പുറത്തു പോയിട്ട് ഇപ്പൊ പറയുന്നത് ഞാൻ രാജിവെച്ചിട്ടില്ലെന്ന്. ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ചവിട്ടി നില്ല് ചേച്ചി, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഞങ്ങളിപ്പോൾ അവർ പറഞ്ഞ അവർ കോടതി ഒരു വിരോധമില്ല. ആർക്ക് ഈ ലോകത്ത് ഏതൊരു പൗരനും ഇന്ത്യയിൽ കോടതിയിൽ പോകാം, നീതിക്ക് വേണ്ടി പോകാം. പക്ഷേ അവർ ശ്രമിക്കുന്ന നീതി എന്ന് പറയുന്നത് ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന നീതിയാകരുതെന്ന് എനിക്ക് പറയാം. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന പാവങ്ങൾ കോടതിയിൽ പോവോ ഒരു സ്റ്റേയോ കാര്യങ്ങളോ വാങ്ങി അവിടെ ഇടുന്നുണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് ഇതൊരു വലിയ കാര്യമായിട്ട് കരുതരുത്. ഇത് അമ്മയിലെ ഈ കമ്മിറ്റിയിൽ വന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യമായിട്ട് കരുതരുതായിരുന്നു പ്ലീസ്. അതിനേക്കാളും വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ കൊണ്ട് ഹെഡ്ലൈനിൽ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആളാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങളോടല്ല ചോദിക്കണം. ഞങ്ങളെ മാധ്യമങ്ങളെ പറ്റിച്ചില്ലേ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ എന്ന് അവരോട് ചോദിക്കും. അത് അന്തസ്സാണോ? ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയണം. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാൻ അന്ന് പറയണമായിരുന്നു. ഞാൻ എൻ്റെ രാജി പിൻവലിച്ചെന്ന് പിറ്റേ ദിവസം പറയണം, അല്ലാതെ ഇന്നാണ് പറയുന്നത്. അത് മോശമല്ലേ? അപ്പം നിങ്ങളെ ആരാണ്, ഈ ജനങ്ങളെ ഈ മാധ്യമങ്ങളെ ആരാണ് പറ്റിയത്? ഞങ്ങളാണോ? ഇത് എന്താ തമാശ കളിയാണോ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മാറി പറയുന്ന തമാശ കളിയാണോ? ഇല്ല, ഞാൻ രാജി തന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ കാര്യം ജനറൽ ബോഡിയിലും പറഞ്ഞു. അത് നിങ്ങൾക്ക് ഓർമ്മശുണ്ടോ? രാജിവെച്ചു എന്ന് ഞങ്ങളോടാന്ന് പറഞ്ഞു, എന്നോടല്ല പറഞ്ഞു. എന്തായാലും രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശ്വേതാ ചേച്ചി രാജിവെച്ച് പുറത്തോട്ട് ഇപ്പൊ പറയണേ ഞാൻ രാജിവെച്ചിട്ടില്ലെന്ന്. ഇവിടെ ഗണേശേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം വേറൊന്നുമല്ലടി, ഗണേശേട്ടൻ ഇടക്കിടക്ക് കയറലാണ്. പക്ഷെ ഈ കാര്യം പറഞ്ഞത് കറക്റ്റാ. കാരണം രാജിവെച്ചു എന്ന് പറഞ്ഞു പോയിട്ട് അവസാനം ഇപ്പൊ പറഞ്ഞു ഞാൻ രാജിവെച്ചിട്ടില്ല. അതെന്താ ചേച്ചി സംഘടനയിൽ വീണ്ടും സ്ഥാനത്തിൽ കയറണം അത്ര തിടുക്കം, അത്രയ്ക്ക് അത്യാവശ്യം? ഒരുപാട് സ്പോൺസർഷിപ്പുകൾ വരാനുള്ളതല്ലേ, നമുക്ക് കൈയിട്ട് വാരണ്ടേ? ചേച്ചി കൈയിട്ട് വാരൂല കേട്ടോ, ചേച്ചി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കൈയിട്ട് വാരുന്ന ആരെങ്കിലും ഒക്കെ കാണും അവിടെ, അതുകൊണ്ട് സൂക്ഷിക്കണം. എന്താ ഇത്ര തിടുക്കം ചേച്ചിക്ക് വീണ്ടും സംഘടനയിൽ കയറാൻ? നല്ലതാണ്, നല്ലതാ, വളരെ നല്ലതാ. ഇനി രമേശ് പിഷാരടി ഏട്ടൻ മീഡിയക്ക് കൊടുത്തിട്ടുള്ള ബൈറ്റിൽ പറയുന്ന കുറച്ച് കാര്യമുണ്ട്, കേൾക്കാം. പക്ഷെ മല്ലിക ചേച്ചി ആ ചൊറിച്ചിൽ അങ്ങോട്ട് വേണ്ട. എന്നാൽ ഈ ലക്ഷ്മിപ്രിയക്ക് എതിരെ സംസാരിക്കണം, പറ്റുമോ? അതിനുള്ള ചങ്കറപ്പുണ്ടാ? ഇല്ല, അതിനുള്ള ചങ്കറപ്പം നമുക്കുണ്ട്. സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്ന് സംസാരിക്കും, തെളിവ് സഹിതം. നമ്മുടെ അമ്മ സംഘടനയുടെ ജനറൽ ബോഡി ദിവസം അവിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമ്മയുടെ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അവർ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് ഞാൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടെ രാജിവെക്കുന്നു എന്ന് അംഗങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞ് അവിടുന്ന് പോയപ്പോൾ അവിടെ പെട്ടെന്നൊരു വാക്കമുണ്ടായി, ഒരു അബാൻമെന്റ്, ഒരു പെട്ടെന്നൊരു അനാഥത്വം ഉണ്ടായപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ ജഗദീഷ് ഏട്ടനെ തൽക്കാലം അധ്യക്ഷനായി വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയും, അപ്പോൾ മീറ്റിംഗ് അനന്തമായി നീണ്ടുപോകുന്നത് കാരണം അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അഡ്വോക്കറ്റ് കമ്മിറ്റി ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി, പിഷാരടി ഇതിൽ നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഒരു സ്വന്തം സംഘടന എന്നുള്ള നിലയിൽ ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു ചിന്തയോടുകൂടി ഞാൻ നിൽക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നു. അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു അഡ്വോക്കറ്റ് കമ്മിറ്റി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടായത്. അപ്പൊ ഞാൻ വൈകുന്നേരം വാർത്ത കണ്ടു. അത് ഞാൻ സൈറ്റിൽ കയറിയ വിധി എന്താണ്, വിധിയല്ല സ്റ്റേ എന്താണെന്ന് നോക്കി. സ്റ്റേ എന്താണെന്ന് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് കമ്മിറ്റിയല്ല, എനിക്ക് വ്യക്തിപരമായി ഇത് അല്ലാതെ എന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമേ ഇതിനകത്തില്ല. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്വോക്കറ്റ് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള
ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു, എനിക്ക് എന്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിൽ അങ്ങനെ വലിയ എന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം, ബാക്കി ചുമതലകൾ എങ്ങനെയാന്ന് വെച്ചാൽ നടന്നു പോട്ടെ. അതായത് അശോക് കമ്മിറ്റിയിൽ നിലവിലുള്ള ബാക്കിയുള്ള അംഗങ്ങളും അതുപോലെ തന്നെ തുടരും, അങ്ങനെയാണോ? എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എനിക്ക് മനസ്സിലായത് ഇപ്പൊ എന്റെ പേര് മാത്രമേ ഞാൻ ആ ഇതിൽ കണ്ടുള്ളൂ. അതെ, പക്ഷെ മെമ്പേഴ്സ് എന്നില്ല. താങ്കൾ രാജിവെക്കുന്നതാണ് പറഞ്ഞത്. താങ്കളുടെ കേസ് അല്ലെങ്കിൽ താങ്കളെതിരെയുള്ള ഹർജിയിൽ അന്തിമ തീരുമാനം കോടതിയിൽ വന്നിട്ടില്ല, താൽക്കാലിക സ്റ്റേ ആണ്. ആ താൽക്കാലിക സ്റ്റേ ആണെങ്കിൽ ഞാൻ എന്താണെന്ന് അറിയാം, ഞങ്ങൾ അഡ്വക്കേറ്റ് കമ്മിറ്റി കയറിയതിനു ശേഷം ഇപ്പൊ 10-15 ദിവസമായില്ല, ഞങ്ങൾക്ക് ഇതിന്റെ മിനിറ്റ്സ് ബുക്ക് കിട്ടിയിട്ടില്ല, അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒന്നും ഓഫീസിന്റെ താക്കോലുകൾ കൈമാറിയിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തില് ഞാൻ 2 പത്രസമ്മേളനമേ കൂടിയുള്ളൂ. അത് ഒന്ന് പത്രസമ്മേളനം കൂടിയതല്ല, ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടനം പാലക്കാട് കഴിഞ്ഞു വരുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോ ഇതൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ഇവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന 10-32 വയസ്സായിട്ട് സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എന്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് വരണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കിടക്കണം എന്നാണ്. ഇപ്പൊ ഇനി മറ്റൊരു ഓപ്ഷൻ, ഇപ്പൊ എന്നോട് ചിലർ പറഞ്ഞു ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെച്ച ഒരാൾക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് സ്റ്റേ വാങ്ങിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ ഈ സ്റ്റേക്കെതിരെ നാളെ കോടതിയിൽ കണ്ട് ഇതെങ്ങനെയാണ് ഈ സ്റ്റേ വരുന്നത്, പ്രാഥമിക അംഗത്വം ഇതിന് രാജിവെച്ച് പോയവരല്ലേ ഇത് തന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തുടരാന്നൊക്കെ പറയാം. പക്ഷെ എനിക്കങ്ങനെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹവുമില്ല. എന്റെ സഹപ്രവർത്തകരായിട്ടല്ല, ഒരുപക്ഷെ സഹപ്രവർത്തകരെന്ന് പറയരുത്, ഞാൻ പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അവരൊക്കെ എന്നേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നതും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതും ഞങ്ങൾ എത്രയോ കാലം ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തുമൊക്കെ ഈ സംഘടന ഈ ലെവലിലാക്കിയെടുത്ത് നിന്നും എനിക്കിതിനെ കോടതി കയറ്റാനോ ഇതിനെതിരെ എന്തെങ്കിലും പറയുവാനോ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ഒരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ കമ്മിറ്റിയുടെ കണക്കുകൾ അവർ അവതരിപ്പിച്ചത് കമ്മിറ്റിയിൽ പാസ്സായില്ല. ആ കണക്ക് പാസ്സാകാത്തപ്പോൾ തന്നെ ആ കമ്മിറ്റിയുടെ മാൻഡേറ്റ് പോയി. അതിനകത്ത് അവരുടെ അക്കൗണ്ടന്റും നമ്മുടെ കാഷ്യറും അത് പറഞ്ഞു. അത് കണക്ക് പാസ്സാകാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പൊ ഇവര് പറഞ്ഞത് ഞാൻ ഔദ്യോഗികമായി രാജി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് രാജിവെക്കണമെങ്കിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബാക്കിയുള്ളവർക്കൊക്കെ രാജി കൊടുക്കുക. ഇവരൊക്കെ കൂടെ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഇവർ ആർക്കാ രാജി കൊടുക്കണേ? ഇവിടെ ഔദ്യോഗികമായിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നിക്ക് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് മേടിക്കാൻ വേണം. അപ്പൊ ആ ഡിക്ലറേഷനാണ് കമ്മിറ്റി ഔദ്യോഗികമായൊരു രാജിയായിട്ട് എടുത്തതും അവിടെ വെച്ച് മറ്റൊരു കമ്മിറ്റിയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും. അപ്പൊ എനിക്കിതിൽ കടിച്ചു തൂങ്ങണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ല. ഞാൻ പ്രാഥമിക അംഗത്വം ഒന്നും രാജിവെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഈ അഡ്വക്കേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സ്ഥാനത്ത് മാറാം, അത്രേ ഉള്ളു. ആ രാജി ഇപ്പൊ ഇനിയിപ്പോ ആർക്കും കൊടുക്കണ്ട, അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ അപ്പുറത്ത് കൊടുക്കണോ എന്നുള്ള. എന്റെ ഈ രാജിക്ക് ഇനി ഞാൻ കത്ത് കൊടുത്തില്ലെങ്കിലും ഇതൊരു ഡിക്ലറേഷനാണ്. കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ ഈ രാജിയല്ലെന്നും പറഞ്ഞ് ഞാൻ വരികയില്ല, രാജി തന്നെയാണത്. കേട്ടാ? ഓക്കെ, അപ്പൊ ഈ വോയിസ് ആരാണ് ലീക്ക് ആക്കിയത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത് ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിൽ സംസാരിച്ച വോയിസ് ആണ്. അപ്പൊ പിഷാരടി എന്തായാലും ലീക്ക് ആയിട്ടില്ല, എനിക്ക് അതെന്തായാലും ലീക്കായതിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പിഷാരടി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആരാ പിന്നെ ലീക്കാക്കിയ? നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചി. ശ്വേത ചേച്ചി എന്തിനാ ലീക്കാക്കി? സ്വയം വെളുപ്പിക്കാനായിട്ട്.
നല്ലതാ. ചേച്ചി ഒന്നുകൂടി ബിഗ് ബോസിൽ പോ, അതായിരിക്കും നല്ലത്. അവിടെ പോയി കുറച്ച് ദിവസം 100 ദിവസം താമസിക്കും, കുറച്ച് നല്ലതായിരിക്കും. എന്തായാലും കൊള്ളാടെ അൻസിബ, നിന്നെ ഞാൻ സമ്മതിച്ചേടി അൻസിബ, ഉള്ള കാര്യം പറയാല്ല. നീ ഒരു പുലി തന്നെ. നീ വന്ന് ഒരു സംഘടന മൊത്തം തകിടം മറിച്ചിട്ട് ഇട്ടിട്ട് പോയി. അതിൽ നിന്നെ ഞാൻ സമ്മതിച്ചു. ഇനിയും പലതും പുറത്ത് വരാനുണ്ട്. അപ്പം വെയിറ്റ് ആൻഡ് വാച്ച്, സ്റ്റേ ട്യൂൺ. നമുക്കെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരാം. പലതും കയ്യിലുണ്ട്. അത് സമയാസമയം അനുസരിച്ച് ചെത്തി ഇടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായേ? നമ്മുടെ കള്ളിന് തെങ്ങ് ചെത്തുന്നത് പോലെ. അപ്പൊ നമുക്ക് സമയാസമയം ചെത്തി ഇടാം. എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. പലതും ഇനി വരാനുണ്ട്. ഇവരെ വിട്ട ഈ വോയിസ് ഒന്നുമല്ല, നമുക്ക് വേറെ വോയിസുകളൊക്കെ കേൾപ്പിക്കാനുണ്ട്, വേറെ തെളിവുകൾ കാണിക്കാനുണ്ട്, പല ഫോട്ടോസ് കാണിക്കാനുണ്ട്, പല വീഡിയോസ് കാണിക്കാനുണ്ട്. സമയം വരും, സമയം വരട്ടെ. ഇങ്ങനെ ഓരോന്നായിട്ട് ഇറക്കി വിടാം. എല്ലാം കൂടെ ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ആൽക്കുലത്താവും, ഒന്നും മനസ്സിലാവത്തില്ല. മറ്റത് അവരവിടെ നിന്ന് വിടുന്ന അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതല്ലേ അത് സുഖം. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.